ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി രാജ്യത്ത് നിന്ന് കോൺഗ്രസ് ഏതാണ്ട് ഇല്ലാതായി കഴിയുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പ്രതീക്ഷിച്ചോ ഇത്? രാഹുൽ ഗാന്ധി പ്രതീക്ഷിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണല്ലോ ഉടനെ ഹരിയാനയിലെ വോട്ട് ചോരിയിലേക്ക് പോയത്. ഇങ്ങനെ ഇത്തരത്തിൽ വോട്ട് ചോരി എന്നും പറഞ്ഞ് നടക്കുക, അതുപോലെ തന്നെ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് രാഹുൽ ഗാന്ധി മുമ്പോട്ട് പോകുന്നത്. ഇങ്ങനെയാണോ ഒരു പ്രതിപക്ഷ നേതാവ് നിൽക്കേണ്ടത്? രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ചിദ്രശക്തികളുമായി രാജ്യത്തിന് പുറത്ത് കൂട്ടുകെട്ടുണ്ടാക്കുക, അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ മാത്രം ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. നരേന്ദ്രമോദിയാണ് ഇവർക്കെല്ലാം തന്നെ വലിയ അസഹിഷ്ണുത ഉണ്ടാക്കിയിട്ടുള്ളത്. ബീഹാറിൽ ഇത്തരത്തിലുള്ളൊരു തകർച്ച അവരൊരിക്കലും കരുതിയിരുന്നതല്ല. ബീഹാർ അടക്കി വാണിരുന്ന ആണ് കോൺഗ്രസ്. അന്ന് ആലോചിക്കണം, അടക്കി വാണ കോൺഗ്രസിന്റെ ഇന്നത്തെ സ്ഥിതി, പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകൾ പോലും ഇവർക്ക് മാറിപ്പോയി എന്നുള്ളതാണ്. അവിടെയാണ് കോൺഗ്രസിന്റെ അടിത്തറ തകരുന്നു എന്ന് പറയുന്നത്. പരമ്പരാഗതമായി അടിയുറച്ച് കോൺഗ്രസിൽ വിശ്വസിച്ചവരുണ്ട്, അവര് പോലും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ നിയന്ത്രണം ഇപ്പോൾ BJP-യിലും RSS-ലുമാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. RSS-ന്റെ 100ാം വാർഷിക വേളയിലാണ് രാജ്യത്ത് ഓരോ സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള വിജയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ബംഗാൾ, അസം, പോണ്ടിച്ചേരി, തമിഴ്നാട്, കേരളത്തില് നേരത്തെ തന്നെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പ്രധാനമായിട്ട് BJP കേന്ദ്ര നേതൃത്വം ശ്രദ്ധിക്കുന്ന ഒരിടമാണ് കേരളം. ആ കേരളത്തിലെ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കും. 26-ൽ കേരളം ഭരിക്കുമെന്നാണ് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്. BJP-യില് ഇപ്പോൾ അവിടെ BJP-ക്ക് ബീഹാറിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നിതീഷ് കുമാറുമായിട്ടുള്ള കൂട്ടുകെട്ടിലൂടെ ആ സംസ്ഥാനത്തിന്റെ വലിയൊരു ഉയർച്ചയിലേക്കാണ് മാറുന്നത്. ആ സംസ്ഥാനത്തിന് വികസനത്തിന്റെ ഒരു വലിയ വഴിയിലൂടെയാണ് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്. അവിടുത്തെ സ്ത്രീകളുടെ വോട്ടാണ് നിതീഷ് കുമാറിന് ലഭിച്ചിരിക്കുന്നത്. അത് ആ ഭരണത്തിന് അനുകൂലമായിട്ടുള്ള, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ശൗചാലയങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു സംസ്ഥാനം, വളരെ പ്രാകൃതമായ രീതിയിലുള്ള ജീവിതം നയിച്ചു പോന്നവരാണ് അവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾ. ചാരായ നിരോധനം, ഇതൊക്കെ അവിടുത്തെ സ്ത്രീ ജനങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു എന്നുള്ളതാണ്. കിട്ടുന്നത് മുഴുവൻ കുടിച്ചു തീർത്ത് വരുന്ന ഭർത്താക്കന്മാരാണുള്ളത്. ഇതെല്ലാം നിർത്തലാക്കി കഴിഞ്ഞപ്പോൾ അവർ 2 കൈകളിലും വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളുമായി വരാൻ തുടങ്ങി. അവിടെ ജനജീവിതം ഉണർന്നു എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഇപ്പോൾ കേരളത്തിൽ അതിഥി തൊഴിലാളികളായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരിൽ നല്ല പങ്ക് ബീഹാറുകളുണ്ട്. ഇവരുടെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റം സംഭവിക്കും. ഇവർക്ക് അവരുടെ നാടുകളിലേക്ക് മടങ്ങാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അവിടെ പലതരത്തിലുള്ള വ്യവസായങ്ങളും മറ്റും പുരോഗമിക്കുകയും ചെയ്യുമ്പോൾ, അപ്പോൾ തീർച്ചയായിട്ടും BJP ബീഹാറിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നേട്ടമെന്ന് പറയുന്നത് അത് കോൺഗ്രസിനെ തന്നെ തകർത്തുകൊണ്ടാണെന്നുള്ളതാണ്. അവിടെ CPM-നായാലും CPI-ക്കായാലും CPI-ML-ന് പോലും നാമമാത്രമായിട്ടൊക്കെ സീറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ പോലും ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. കോൺഗ്രസിനേക്കാൾ കൂടുതൽ വോട്ടും സീറ്റും CPI-ML-കാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇതുവരെ അറിയാൻ കഴിയുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ സ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. രാഹുൽ ഗാന്ധി ഇനി എന്ത് ചെയ്യും? നരേന്ദ്രമോദിക്കും BJP-ക്കും RSS-നും എതിരെ പറയാവുന്ന നുണകളെല്ലാം തന്നെ നിരത്തി നോക്കി. കോൺഗ്രസിലെ ശശി തരൂർ തന്നെ ഒരിക്കൽ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടല്ലോ, രാഹുൽ ഗാന്ധിക്ക് ചരിത്രവും അറിയത്തില്ല, രാഷ്ട്രീയവും അറിയത്തില്ല. അത് തരൂരിന് മാത്രമേ അത് പറയാൻ കഴിഞ്ഞുള്ളൂ. അത് ശരിയാണ്. തരൂരിന് രാഹുലിന് എന്ത് ചരിത്രം അറിയാം, എന്ത് രാഷ്ട്രീയം അറിയാം,
ഇതൊന്നും അറിയാത്ത ഒരാളായി രാഹുൽ ഗാന്ധി മാറി എന്നുള്ളതാണ്. ഒരു അപക്വമായ ഒരു നേതാവ് മാത്രമാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒന്ന് രാജ്യത്ത് ഇല്ലാതായി തീരുന്നു. കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം തട്ടിക്കൂട്ടിയ ഒന്നാണത്. അത് ശാശ്വതമായിട്ടുള്ള ഒന്നല്ല. അത് വലിയൊരു പരാജയത്തിലേക്ക് തന്നെയാണ് കൂപ്പുകുത്തിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്നത്. ബീഹാർ ഇവരുടെ കോൺഗ്രസിന്റെ അന്ത്യവിശ്രമ സ്ഥലമായി മാറാൻ പോവുകയാണ്. കാരണം ഇവർക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളിൽ ചോർച്ച ഉണ്ടായി എന്ന് പറയുമ്പോൾ അടിത്തറയാണ് ഇളകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇനിയിപ്പോൾ അവിടെ കാവി കൊടുങ്കാറ്റിലാണ് ഇത് മുഴുവൻ തകർന്നിരിക്കുന്നത്. ആ കാവി കൊടുങ്കാറ്റിൽ തകർന്നു കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത്. ബീഹാറിലെ പ്രതിപക്ഷം ഒരിക്കലും ഇത്തരത്തിലുള്ള പരാജയം കണ്ടിരുന്നില്ല എന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരുന്നു ഏതാണ്ടോ. അതുകൊണ്ടാണ് SIR വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണല്ലോ ഇത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്തിനെ കുറ്റപ്പെടുത്തും? ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെയായിരിക്കും കുറ്റപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ BJP അവരുടെ പ്രാമുഖ്യം നിലനിർത്തിക്കൊണ്ട് രാജ്യത്ത് അവർ മുന്നോട്ട് കുതിക്കുകയാണ്. അപ്പോൾ ഇത് കോൺഗ്രസ് മുക്ത ഭാരതമാക്കും എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിയാകാൻ പോകുന്ന ഒരു കാര്യമാണ്. അതാണ് ഇവിടെ ബീഹാറിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിലായാൽ പോലും ഇപ്പൊ നിതീഷ് കുമാറുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലൂടെ ദേശീയ തലത്തിൽ അതിന് വലിയ മുന്നേറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ ബീഹാർ സംസ്ഥാനത്തിന് പുരോഗതി ധാരാളം ഉണ്ടാവുകയും ചെയ്യും. ബീഹാർ സംസ്ഥാനത്ത് അവര് ജനങ്ങൾ മുഖ്യധാരയിലേക്ക് മാറുന്നു. അവരുടെ ജീവിത നിലവാരത്തിന് മാറ്റം സംഭവിക്കുന്നു. അവർക്ക് ജീവിത അഭിവൃദ്ധി ഉണ്ടാകുന്നു. ഇതെല്ലാം ആ ഇഞ്ചിന് ശക്തി പകരുന്നത് BJP സർക്കാർ എന്നുള്ളതാണ്. എന്തായാലും ബീഹാറിൽ നിന്നുള്ള ഈ കാറ്റ് മൊത്തത്തിലെ അവർക്ക് BJPയിൽ ഒരു ഊർജം പകർന്നിരിക്കുകയാണ്, ഊർജം പ്രദാനം ചെയ്തിരിക്കുകയാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതാണ് ഇവിടെ ബീഹാറിൽ കണ്ടിരിക്കുന്നത്. അതിലാണ് കോൺഗ്രസ്സുകാർ വളരെയധികം വിറളി പൂണ്ട് നിൽക്കുന്നത്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു കാലത്ത് കോൺഗ്രസ് അടക്കി വാണ ഒരു സംസ്ഥാനമാണ്. അപ്പൊ നമുക്ക് നോക്കുക, രാഹുൽ ഗാന്ധി തന്നെ ഒന്ന് വിജയിക്കണമെങ്കിൽ എവിടെ വന്നു? അവസാനം വയനാട്ടിൽ വരേണ്ടി വന്നില്ലേ? കോൺഗ്രസിന്റെ ഹിന്ദി ഹൃദയ ഭൂമിയിലെല്ലാം തന്നെ ഇടവും അവർക്ക് തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ രാജ്യത്ത് കാവി കൊടുങ്കാറ്റ് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്.